എന്തൊക്കെ പ്രഹസനങ്ങളാണല്ലേ കാണേണ്ടത്. നിങ്ങളെല്ലാവരും കണ്ടൊരു കാര്യമായിരിക്കും നോവ ലൂണ ആ ഒരു ഇഷ്യൂ ഒക്കെ. എന്തായാലും അതിനുശേഷം നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഫോട്ടോ ആയിരിക്കും നോവ ലൂണ ഇവരൊക്കെ ഒന്നിച്ച് നിന്ന് സംസാരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ഓർക്കുക, അതായത് നിങ്ങൾ തന്നെ ഇപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ അടിയിടുന്നു, അതൊക്കെ ഒരു ദിവസത്തെ കാര്യമുള്ളൂ. പിറ്റേ ദിവസം ആകുമ്പോൾ നിങ്ങളതൊക്കെ മറക്കും. അതായത് ഈ അയൽപ്പോര് പോലത്തെ സംഭവങ്ങളൊന്നുമല്ല ഈ ഒരു ഗ്രൗണ്ടിനകത്ത് സ്വന്തം ടീമേറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുക എന്ന് പറയും. കാരണം അവർ നാളെ ഒരുമിച്ച് കാണേണ്ടവരാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ അവരെല്ലാം മറന്ന്, പ്രത്യേകിച്ചും ആണുങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. സോ എന്താ പറയുക, നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ പല രീതിയിലാണ് ഇതിനെ ചിന്തിച്ചത്. ഇനി ഇവർ തമ്മിൽ അടിയാണോ, സ്റ്റിൽ ഡ്രസ്സിങ് റൂമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ നാളത്തെ ദിവസം നിങ്ങളൊക്കെ ഒരു, അതായത് രണ്ടുപേരോട് ഒരുമിച്ചിരിക്കുന്ന ഒരു ഇമേജൊക്കെ ഇടാനൊക്കെ ആയിരിക്കും വെയിറ്റ് ചെയ്തിരുന്നത്. എന്തായാലും ആ ഒരു ക്ലീശ പരിപാടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ ടീം കാണിച്ചില്ല എന്ന് തന്നെ പറയണം. വളരെ നന്നായി. കാരണം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനത്തെ ഒരു ഇമേജ് വന്ന് ഇന്നടിയിട്ടിട്ട് നാളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇമേജൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്ലീശ പരിപാടി പോലിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബോക്സിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ടിരുന്നു, അതായത് ഇനി നാളെ കാണാം നമ്മുടെ സോഷ്യൽ മീഡിയ എന്താ പറയുക, കേരള സോഷ്യൽ മീഡിയ മാനേജർ അവർ രണ്ടുപേരോട് ഒരുമിച്ചിരിക്കുന്ന കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇമേജൊക്കെ എടുത്തിടുമെന്ന്. സോ എന്തായാലും അങ്ങനെയൊന്നും അത് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തത്. സോ എന്തായാലും അത് സംഭവിച്ചത്, അതൊരു ക്ലീശ കാര്യമായിരുന്നു. സോ എന്തായാലും ഇങ്ങനൊരു പിക്ചറാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഇവിടെ ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നോവ ലൂണ ഇഷ്യൂവിനൊന്നും. നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ക്ലബിൻ്റെ കാര്യത്തില്ല. ക്ലബ്ബ് എത്രത്തോളം മോശം ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളെല്ലാം കണ്ടതാണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കാട്ടിലും ഞാൻ എപ്പോഴും ഫാൻസിനോട് പറയാറുള്ളത്, ക്ലബിന് പ്രാധാന്യം കൊടുക്കുക, ക്ലബിനെ വിമർശിക്കുക, മാനേജ്മെൻറ്റിനെ വിമർശിക്കുക, പ്ലേയേഴ്സിനെ കൂലായിട്ട് വിമർശിക്കുക. എന്നാലേ അവർ ആ ഒരു ലെവലിലേക്ക് ഉയരത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അതിൽ കണ്ടു. ഗുഡ് ബൈ.